ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ എടുത്തൊരു തീറ്റ വ്ളോഗാണ്. ഇന്നലെ രാത്രി ഒരു പണിയില്ലാണ്ട് ഫോണിൽ നോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ ചെറുതായിട്ട് എനിക്ക് എന്തോ ഒരു മണം വന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഓ സംതിങ് ഈസ് കുക്കിംഗ് ഇൻ ദ കിച്ചണാ. ഞാൻ വേഗം കിച്ചണിലേക്ക് ഓടിപ്പോയി നോക്കിയപ്പോൾ എന്താ ഗായ്സ്, നമ്മുടെ ആസ്ഥാന പാചകക്കാരനായ പാപ്പു കപ്സ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വെറും സാധാ ലോക്കൽ കപ്സ അല്ല കേട്ടോ, അങ്ങ് സൗദി സ്റ്റൈൽ കപ്സയാണ്. അവന് പെട്ടെന്ന് കപ്സ കഴിക്കാൻ തോന്നിയെന്നാ പറഞ്ഞ്. അത് ഒരു എനിക്ക് ലോട്ടറി ആയി ഗൈസ്, ഇല്ലെങ്കിൽ രാത്രി ഇഡ്ഡലി കഴിക്കേണ്ട ഞാനായിരുന്നു ഗൈസ്. എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കപ്സ കിട്ടി, വളരെ സന്തോഷമായി. ആൻഡ് അത് തുറന്നപ്പോൾ കിട്ടിയൊരു മണം ഉണ്ടല്ലോ, ടിക്കറ്റ് എടുക്കാതെ പോയി സൗദി കണ്ടുവന്ന ഫീൽ ആയിരുന്നു ഗൈസ്. അടിപൊളിയായിരുന്നു. എന്തൊരു സ്പെഷ്യൽ ഫുഡ് നമ്മൾ ഉണ്ടാക്കിയാലും എൻ്റെ വീട്ടിൽ ഞാൻ വെച്ച ചടങ്ങാണ് ഗൈസ്. ഒരു അരമണിക്കൂറിന് ആ ഫുഡിനെ എനിക്ക് മാത്രമായിട്ട് വിട്ടു തരണം. എനിക്ക് പല ഫോട്ടോസും വീഡിയോസും എടുക്കാനാണ്. അതൊക്കെ എടുത്തതിന് ശേഷം ഏറ്റവും വലിയ ചിക്കൻ പീസും വേറൊരു തരക്കേടില്ലാത്ത പീസും എൻ്റെ പ്ലേറ്റിലേക്ക് ആദ്യം ഞാൻ എടുത്തിട്ടു. പിന്നെ ഒരു അണ്ടാവ് ചോറെടുത്തിട്ടു. ഭയങ്കര ചൂടായിരുന്നു. ഹോട്ട് റൈസ് ആൻഡ് ചിക്കൻ ആയിരുന്നു. അതിൻ്റെ ഒപ്പം എനിക്ക് അമ്മൂമ്മ കുറച്ച് മയോണൈസ് ഒക്കെ ഇട്ട് തന്നു. പിന്നെ പാപ്പ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചട്നി ഉണ്ടായിരുന്നു. ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, കൊറിയാണ്ടർ ലീവ്സ്, ഒരു പീസ് ഗാർലിക്കും കുറച്ച് ഉപ്പും ഇട്ടിട്ട് അരയ്ക്കുന്ന ഒരു ചട്നിയാണ്. ഭയങ്കര ടേസ്റ്റി ചട്നിയാണ്. ഇത് സൗദിയിലൊക്കെ കപ്സൊക്കെ കിട്ടുന്ന ഒരു ചട്നിയാണ്. കുറച്ചുകൂടെ ലിക്വിഡ് കൺസിസ്റ്റൻസിയിലായിരുന്നു ആവേണ്ടത്. ബട്ട് ദെൻ നമുക്ക് ഒരേ ഒരു ടൊമാറ്റോ വീട്ടിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളത് കൊണ്ട് ഓണമെന്നുള്ള രീതിയിൽ നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി ഗൈസ്. അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചൊരു വായെടുത്ത് വായിലിട്ടപ്പല്ലേ ഞാൻ മനസ്സിലാക്കിയത് ഗായ്സ്, ഇവനെ വളരാൻ അനുവദിച്ചുകൂടാ. ഒരു പണിയും ചെയ്യാണ്ട് തിന്ന് തടിച്ചിരിക്കുന്ന എനിക്ക് ഇവൻ വൻ ഭീഷണിയായി മാറാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ഞാൻ സൗദിയിൽ എങ്ങനെയാണോ കഴിക്കുന്നത് അതേ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് റൈസൊക്കെ നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിരുന്നു. ചിക്കനിലൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് ആ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ആയിരുന്നു കൂടുതൽ നിൽക്കുന്നുണ്ടായിരുന്നത്. ഞാൻ പിന്നെ അവനോട് ഇതൊന്നും പറയാൻ പോയില്ല, നമ്മൾ ഒരുപാട് പൊക്കരുതല്ലോ, അവനെപ്പോഴും നമ്മൾ താഴ്ത്തി നിർത്തണം ഗൈസ്. അങ്ങനെ ഞാൻ ഒന്നും ഉരിയാടാതെ ഉരുട്ടി കയറ്റലായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ അവനോട് ചോദിച്ചു, പാപ്പ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു, നീ എന്താ എന്നോട് ചോദിക്കാണ്ടിരുന്നത് എന്ന്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് എന്താ ചോദിക്കാനുള്ളത്, നീ എടുത്ത ചിക്കൻ്റെ വലിപ്പവും എൻ്റെ ഉരുട്ടി കയറ്റലും കണ്ടറിഞ്ഞൂടെന്ന് അവൻ ചോദിച്ചു. ഞാൻ പ്ലിങ്ങായി ഗൈസ്, ഒന്നും മിണ്ടിയില്ല. ആ വലിയ ചിക്കൻ പീസിനെ വായിൽ കുത്തിക്കയറ്റി ഒന്നും അറിയാത്ത രീതിയിൽ വീണ്ടും വെട്ടിക്കയറ്റൽ പുനരാരംഭിച്ചു. കുറച്ച് ചോറിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ പീസും കുറച്ച് മയണൈസും കുറച്ച് ചട്നിയും കൂടെ മിക്സ് ചെയ്ത് വായിലിട്ടാലുണ്ടല്ലോ ഗായ്സ്, എനിക്കിപ്പോഴും വായിൽ കൂടെ വെള്ളം വരുന്നു. ഇവൻ എപ്പോൾ അടുക്കളയിൽ കയറിയാലും ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാറുള്ളൂ ഗൈസ്. ചെറിയ സാധനങ്ങളൊന്നും ആശാൻ ഉണ്ടാക്കാറില്ല. ഞാൻ പിന്നെ ഇങ്ങനത്തെ പണിക്കൊന്നും നിൽക്കാറില്ല. അവസാനം കുറച്ച് പെപ്സിയും കുടിച്ച് നിർത്തി. എന്തൊരു മനസ്സുഖം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാ